അപ്പം അച്ഛനെ പരിചയപ്പെട്ടു, അമ്മയെ പരിചയപ്പെട്ടു. അപ്പം ഇനി എൻ്റെ നെക്സ്റ്റ് ശക്തി എന്ന് വെച്ചാൽ എൻ്റെ ഗുരുക്കന്മാർ. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. മാതാപിതാ ഗുരുദേവൻ എന്നുള്ള അതിലെൻ്റെ ഗുരുക്കന്മാരാണ് എൻ്റെ ആദ്യത്തെ. ഇത് രവീന്ദ്രൻ, രവിമാമൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. രവിമാമൻ തബല, മൃദംഗം അതിൻ്റെ വിദ്വാനാണ്. ഇത് കാർത്തികൻ സാറ്, ഞങ്ങൾ കുട്ടൻ സാറെന്നാണ് വിളിക്കുന്നത്. കുട്ടൻ സാറ് പാട്ട്, വയലിൻ, അങ്ങനെ ഒരു നിര തന്നെയുണ്ട് സാറാണ്. പിന്നെ അതെന്റെ ഒരു കസിനാണ്, നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. പുള്ളിക്കാരി ഓണത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. മൈസൂരാണ് അവരുടെ ഫാമിലി സെറ്റ് ചെയ്ത് ശരണ്യയുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവരൊക്കെയാണ് എന്റെ. അപ്പൊ ശരണ്യനെ സാറായിരിക്കുമല്ലോ പാട്ട് പഠിപ്പിച്ചത്? സാറാണ് ആദ്യത്തെ ഗുരു. അപ്പൊ മറ്റൊരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ട്, സാറ് നിൽക്കുമ്പോ തന്നെ ഒരു പാട്ട് പാടും. തീർച്ചയായിട്ടും ഓണപ്പാട്ടല്ലേ? ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. അപ്പൊ അങ്ങനെ എല്ലാ കോളവും തികഞ്ഞു, അങ്ങനെ എല്ലാ കോളവും. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഇവരൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അതിന് ആദ്യം ജീവൻ ടിവിയോട് നന്ദി പറയുന്നു. അപ്പൊ എന്തായാലും സാർ പാട്ട് കേട്ടല്ലോ, എന്താണ് സാർ ശരണ്യനെ പറ്റി പറയാനുള്ളത്? ശരണ്യ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, സാറിന് എന്താ പറയാനുള്ളത്? അയ്യോ, അപ്പം എല്ലാം വലിയ സപ്പോർട്ടാണല്ലേ. അപ്പം എന്തായാലും ഗുരുക്കന്മാരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചേച്ചി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന? പാട്ട് എന്തിനാണ് നമ്മളിപ്പോ കേട്ടല്ലോ, എല്ലാത്തിനും കൂടെ ഒരാള് മതി, എല്ലാവരുടെയും വായായിട്ട്. അപ്പം എന്തായാലും ഇനി എന്താണ് നമ്മുടെ അവസാനത്തെ അംഗത്തിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. ഇനി എല്ലാം കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറിയൊരു വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ആദ്യം നമുക്ക് സദ്യ കൊടുക്കണ്ട, സദ്യ എല്ലാവരും കൊടുത്തത് നമുക്ക് സംതിങ് സ്വീറ്റ് കൊടുക്കാം. അതെ, സംതിങ് സ്വീറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ മധുരമായിട്ടുള്ള ഒരു സംഭവം. എല്ലാവർക്കും എന്റെ വക ഒരു സേമിയ പായസം. അപ്പം എന്തായാലും നമുക്ക് പായസത്തിലേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം സേമിയ പായസം. അതെ, ഇത് സേമിയ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക പൊടിച്ചത്, പിന്നെ നെയ്യ്. ഇപ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചാൽ ഇതാണ് മെയിൻ. അപ്പൊ ആദ്യം നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യില് വറുത്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. പായസം ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഉരുളിയാണ്. നമ്മൾ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വലിയ ഉരുളി ഉപയോഗിക്കാം, അല്ല ചെറിയ ഉരുളി ഉപയോഗിക്കാം. അത്ര മതിയോ നെയ്യ് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യ് ചൂടായി കഴിഞ്ഞു നന്നായിട്ട് ഇളക്കുക. കരിക്കരുത്, കരിയാതെ ഒരു അതിൻ്റെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചപ്പോ തന്നെ നെയ്യുടെ സ്മെല്ല് ഏതാണ്ട് നമുക്ക് ഒരു പാകത്തിന് കുറച്ച് ഇരുന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഇരുന്നൊരു ഇതാവും കോരി ഇടുക. പ്രത്യേകിച്ച് ഇതിങ്ങനെ വറുത്തതിന് ശേഷം കുട്ടികളുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അത് ഇപ്പൊ ചെയ്യുമ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിക്കുന്നത്. പണ്ടെന്നല്ല, എപ്പൊ പായസം ഉണ്ടാക്കിയാലും ഇത് ഫ്രൈ ഇത് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും അടുത്ത് കാണും. അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ഇടുന്ന സമയമാകുമ്പോൾ. എന്തായാലും പ്രാവശ്യത്തെ കുക്ക് ശരണ ആയതുകൊണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കില്ല. അനുഭവം ഗുരു. അപ്പൊ അതായി. അടുത്തത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് സേമിയ വറുത്തെടുക്കേണ്ടത്.
ഭയങ്കര മണം വന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ക്രൂസും ഇവിടെ ഇതിനായിട്ട് ഇതിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് തികയുമെന്ന്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചൂടായ നെയ്യിലേക്ക് സേമിയ ഇടുക. ഏറ്റവും ഇഷ്ടമുള്ള പായസം സേമിയ തന്നെയാണോ? അത് അങ്ങനെ നമുക്ക് അങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കുമല്ലേ. എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് പായസത്തിനോട്? ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് എപ്പോഴും കിട്ടാൻ പ്രയാസമാണ്, എന്നാലും ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അമ്പലപ്പുഴ പാൽപ്പായസത്തിനാണ്. അത് എവിടെ ചെന്നാലും ലോകത്തിൻ്റെ ഏത് മൂലയിൽ ചെന്ന് പായസം കുടിച്ചാലും അവിടുത്തെ ഒരു ടേസ്റ്റ് ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി വറുത്തെടുക്കണം. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ സേമിയ പായസം വേറൊരു ഇതാവേണ്ട. അപ്പം നമ്മുടെ സേമിയ നല്ലൊരു ബ്രൗൺ കളറായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തിളപ്പിച്ച് പാൽ വെച്ചിട്ടുണ്ട്. ആ പാൽ ഇതിലേക്ക് എടുത്ത് ഒഴിക്കുക. സൂക്ഷിച്ചൊഴിക്കണം, ആരും ഒന്നും അപകടം ഉണ്ടാക്കി വെച്ചേക്കരുത്. ആഹാ, ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് വെന്ത് വരണം, നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അത് തിളച്ച് മറിയുന്ന വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക.